നമ്മളിന്നൊരു ഗോതമ്പടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിപ്പം ഞാനൊരു ഏകദേശം ഒരു 2 അടയ്ക്കുള്ള പൊടി എടുക്കുന്നത്. 2 അടയ്ക്കെന്ന് പറയുമ്പോൾ ഒരു 1/4 കിലോ പൊടി കാണുമായിരിക്കും. ഇത് അളവൊന്നും നോക്കിയിട്ടില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ഞാനൊരു സവാള, വലിയൊരു സവാള അരിഞ്ഞതുണ്ട്. നല്ല പൊടിയായിട്ട് അരിഞ്ഞ സവാളയാണ്. അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. ഒരു 2-3 കാന്താരി മുളക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പൊടിയായിട്ട്. ഇതിന് ഇച്ചിരി തേങ്ങ നല്ലപോലെ ചേരണം. ഒരു ചെറിയ ഇഞ്ചി കഷ്ണമുണ്ട്, അതും പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു 2-3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് പൊടിയായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങ, ഒരു നല്ലപോലെ ഒരു വലിയ മുറി തേങ്ങയാണ്. ഇച്ചിരി തേങ്ങ ചേരണം, തേങ്ങ ചേർന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞ് കുഴച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കണം ആവശ്യത്തിന് ചേർന്നിട്ടുണ്ടെന്നതിനൊന്നും അളവൊന്നും പറയുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കുന്നത്. വെള്ളം ഒഴിക്കാം. ഇത് ആശീർവാദ ആട്ടയാണ്. നമ്മൾ ഈ അട കുഴയ്ക്കുവാണ്. അടയ്ക്കുള്ള മാവ് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് അങ്ങ് മുറുകുകയാകരുത്. ഇതുപോലെ കുഴച്ച് ഇതാണ് മാവ്. ഒരല്പം പൊടിയും കൂടെ തൂളി കൊടുക്കുക. ഒരു ശകലം മുറുകിയിരിക്കട്ടെ. ഇതാ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്ലെയിം കയറ്റിയിടാം. ഞാനിത് കൈ കൊണ്ട് വാരി വേണം ഇതിടാൻ. കൈ കൊണ്ട് ഇതെടുത്ത് ഇല്ല, കോരി ഒഴിക്കുന്നതല്ല, കൈ കൊണ്ട് വാരി ഇതിവിടെ വെച്ചു. ഇത് കൈ കൊണ്ട് തന്നെ പരത്തിയും കൊടുക്കണം. തവിയല്ല, നല്ല കനം കുറച്ചത് പരത്തണം. ഇച്ചിരി വെള്ളം തൊട്ട് പരത്തുമ്പോൾ അത് കയ്യെ പിടിക്കാതിരിക്കും. ഈ അടയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്ക് വയറ്റിലൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ നല്ലൊരു വാസന. ഇതിൻ്റെ ഈ ഉള്ളിയുടെയും അല്ല ഈ സവാളയുടെയും കറിവേപ്പിലയും കാന്താരിയും പച്ചമുളക് വേണേലും ചേർക്കാം. എനിക്കിപ്പോൾ പച്ചമുളക് ഉള്ളിൽ അകത്തില്ലായിരുന്നു. പുറത്തിറങ്ങുവാണെങ്കിൽ ചീനിയെന്ന് പറിക്കാം. ഇഞ്ചിയുടെയും എല്ലാം കൂടെ ആ മണം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് അടുത്തുള്ള അയൽപക്കംകാർക്ക് പോലും കൊതി വരും. അതുപോലെയാണ് ഇതിൻ്റെ മണം. നല്ല മണമാണ്. ഇത് ഞാൻ പണ്ട് മുതൽ എൻ്റെ പിള്ളേർക്കും വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നതാണ്. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പച്ചന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ വലിയ ഇതിപ്പം എൻ്റെ കൊച്ചിനും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി മുളക് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഒരു 4-5 മുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 2 മുളകേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്ത് വരട്ടെ. അപ്പം ഞാൻ അത് കഴിഞ്ഞ് കാണിക്കാം. ഇത് മറിച്ചിടാൻ പോവുകയാണ്. ഒരു വശം ഇച്ചിരി കൂടെ കുറച്ചൊരു താമസമുണ്ട്. ഇച്ചിരി കൂടെ ഒന്നാകണം, ഇല്ല മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് നല്ലപോലെ ഒന്ന് മൊരിക്കണം. ഇത് എണ്ണ ഒഴിച്ചല്ല മൊരിക്കുന്നത്. ഇത് ഈ ചട്ടി കിടന്ന് തന്നെ തീയുടെ മുരിവാണ് ഇതിന് വേണ്ടത്. ഈ ചട്ടിയുടെ ചൂടിൻ്റെ മുരിവാണ് ഇതിന് വേണ്ടത്. എണ്ണ വേണ്ട. ഇത്
ഇനി നമുക്കിത് പിന്നെ മറച്ചിടാൻ പറ്റി. ഇപ്പം നല്ല മണം വരാൻ തുടങ്ങി. മറച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ മണം നല്ല മണമാണ്. കൊതി പിടിപ്പിക്കുന്ന മണം തന്നെയാണ്. സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ തേങ്ങയും ഒക്കെ ഗോതമ്പിനകത്ത് കിടന്ന് അങ്ങോട്ട് മൊരിയുന്നതിൻ്റെ മണം. അയൽപ്പക്കത്ത് ഉള്ളവരും കൂടെ കട്ടൻ കാപ്പി എടുത്തുകൊണ്ട് ഓടി ഇങ്ങോട്ട് വരും. അത്രയ്ക്ക് മണമാണ്. ഇതിന് നമുക്ക് ഇത് ചൂടാറാൻ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വാങ്ങുന്നത് പടി കഴിക്കണം. നല്ല ചൂടോടെ ഒരു ഗ്ലാസ് മധുരം ഇട്ട കട്ടൻ കാപ്പിയും. ഇത് വീട്ടിൽ 3-4 പേരുണ്ടെങ്കിൽ ഇത് ഒരാൾക്ക് ഒരെണ്ണം വെച്ചൊന്നും എടുക്കാൻ നിൽക്കരുത്. ഇത് മുറിക്കുക, 3-4 ആയിട്ട് മുറിക്കുക. അപ്പം തന്നെ വെച്ച് ആ ചൂടോടെ ഇത് കഴിച്ച് തീർക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ആ ചൂടാണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു കാര്യം. ആ ചൂട് പോയി കഴിഞ്ഞാൽ അതൊരു രസമില്ലാത്തതാകും. അതിൻ്റെ രസം കുറയും. നമ്മളൊന്നുകൂടെ മറിച്ചു ഇതൊന്നും നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിക്കണം. ഇച്ചിരി ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് മുരിഞ്ഞ് ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകണം. ഒരുവിധം അവിടെ ഇവിടെ എല്ലാം ബ്രൗൺ ആയിട്ടുണ്ട്. ഇതുപോലെ ഇച്ചിരി കൂടെ മുരിയണം. ഞാനിതൊന്നുകൂടെ മുറിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അട. ഇത് മുറിച്ചു. നമ്മളിപ്പോൾ തന്നെ ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിനൊരു കറിയും വേണ്ട കേട്ടോ, യാതൊരു കറിയും വേണ്ട. ഇത് ചൂടോടെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇത് ഇഷ്ടമാകും. കൈ പിടിച്ചുകൊണ്ട് അത് കഴിച്ചുകൊണ്ട് നടന്ന് കഴിച്ചോളും. എങ്ങനെ വേണമെങ്കിലും കഴിച്ചോളൂ. ഇച്ചിരി കൂടെ മുരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുക. ഓക്കെ, ബൈ. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.